ജയിലിനുള്ളിലും ലഹരി ഉപയോഗത്തിന് നിയന്ത്രണമില്ല എന്നുള്ളതാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് യഥേഷ്ടം ലഹരി ലഭ്യമാകുന്നുണ്ട്. ആവശ്യമുള്ളപ്പോൾ മൊബൈൽ ഫോണും ഉപയോഗിക്കാം. 4 മാസത്തിനിടയിൽ 9 തവണയാണ് മൊബൈൽ ഫോണുകൾ പിടികൂടിയത്. ഇതിൽ 8 ലഹരി കേസുകൾ ഇക്കാലയളവിൽ രജിസ്റ്റർ ചെയ്തു. ആധുനിക പരിശോധനാ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് തടവുകാർക്ക് നിയമലംഘനത്തിന് സൗകര്യമൊരുക്കുന്നത്. ന്യൂസ് മലയാളം ഡബ്ബി കേസ്. സർവ്വസുരക്ഷയുമുണ്ടെന്ന് നാം കരുതുന്ന ജയിലുകൾക്കുള്ളിൽ ഫോണുകളും ലഹരി വസ്തുക്കളും സുലഭമാണെന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. ഫോണുകൾക്കൊപ്പം ലഹരിയുടെ ലഭ്യതയും ജയിലിൽ കൂടുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 3 മാസത്തിനിടെ 8 ലഹരി കേസുകളാണ് ജയിലിൽ നിന്ന് രജിസ്റ്റർ ചെയ്തത്. ജയിലിനകത്ത് തടവുകാർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും ജയിലിലിരുന്ന കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത് ഏകോപിപ്പിക്കുന്നതുമെല്ലാം തുടർക്കഥകളാവുകയാണ്. കഴിഞ്ഞ 4 മാസത്തിനിടെ മൊബൈൽ ഫോൺ പിടികൂടിയ 9 കേസുകളാണ് ജയിൽ അധികൃതരുടെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്തത്. ജയിലിൽ മൊബൈൽ ഫോൺ എത്തിച്ച 2 കൊലക്കേസ് പ്രതികളെ വിയ്യൂരിലേക്ക് മാറ്റിയതും അടുത്തിടെയാണ്. പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ചാ കേസിലെ പ്രതി വിപിൻ ഗൂഢാലോചന നടത്തിയതും കവർച്ചാ സംഘത്തെ ഏകോപിപ്പിച്ചതും കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയായിരുന്നെന്ന അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. തുടർച്ചയായി മൊബൈൽ ഫോണുകൾ പിടിക്കപ്പെട്ടതോടെ ജയിൽ DIGക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. കോടതിയിൽ ഹാജരാക്കി തിരികെ വരുമ്പോഴാണ് മൊബൈൽ ഫോണുകൾ തടവുകാർ ജയിലിൽ എത്തിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. യാത്രാമധ്യേ ഫോണുകൾ കൈമാറപ്പെടുകയാണ് ചെയ്യുന്നത്. തിരക്കേറിയ സ്വകാര്യ ബസ്സുകളിൽ ഉൾപ്പെടെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയും വരികയും ചെയ്യുന്ന പ്രതികൾക്ക് ഫോണുകൾ കൈമാറി കിട്ടാൻ അവസരമേറെയാണ്. ഒളിച്ചു കടത്താനുള്ള സൗകര്യം നോക്കി വലിപ്പം കുറഞ്ഞ കീപാഡ് ഫോണുകളാണ് ഇത്തരത്തിലെത്തിക്കുന്നത്. ചെറിയ ഫോണുകൾ മലതാരത്തിൽ ഒളിപ്പിച്ച് അകത്തേക്ക് കടത്തിയെന്ന ജയിൽ DIGക്ക് നൽകിയ റിപ്പോർട്ടിൽ സൂപ്രണ്ട് പറയുന്നു. മറ്റൊരു മാർഗം മതിലിനപ്പുറത്ത് നിന്ന് അകത്തേക്ക് ഫോണുകൾ എറിഞ്ഞു നൽകലാണ്. കഴിഞ്ഞ 4 മാസത്തിനിടെ ഇത്തരത്തിൽ ജയിലിലെത്തിച്ച 3 ഫോണുകൾ പിടികൂടി. കഴിഞ്ഞ ദിവസം മൊബൈൽ ഫോണുകളും സ്മാർട്ട് വാച്ചും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടികൂടിയിരുന്നു. ജയിലിനകത്ത് സെല്ലുകളിലും പരിസരത്തും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമ്പോൾ ഫോണുകളും ലഹരി വസ്തുക്കളും പിടികൂടുന്നുണ്ടെങ്കിലും ജയിലിനകത്ത് ഇവ എത്തുന്നത് തടയാൻ സാധിക്കുന്നില്ല. ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്തിയാൽ കണ്ടെത്താനുള്ള ഒരു മാർഗവും ജയിലിലില്ല. മലതാരത്തിലും മറ്റും ഒളിപ്പിക്കുന്ന വസ്തുക്കൾ കണ്ടെത്താൻ മെറ്റൽ സ്കാനർ പോലുള്ള സംവിധാനങ്ങളും ആധുനിക ഉപകരണങ്ങളും ഉണ്ടായാലേ സാധിക്കൂ. 1000-ലേറെ തടവുകാരുള്ള ജയിലിൽ ആനുപാതികമായി ജീവനക്കാരില്ലാത്തതും പ്രതിസന്ധിയാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.